ഞങ്ങളിന്ന് ശ്രീകൃഷ്ണ ജയന്തിൻ്റെ ഘോഷയാത്ര കാണാൻ വേണ്ടി പോവുക കേട്ടോ രാമനാട്ടിലേക്ക്. ഇക്കൊല്ലം റിത്തൂസിന് റിനിമോളെയും കണ്ണനും രാധയൊന്നും ആക്കിയിട്ടില്ല. 2 വർഷം റിത്തൂസ് കണ്ണനായിട്ടുണ്ടായിരുന്നു, ഒരു വർഷം റിനിമോളെ കണ്ണനാക്കിയിട്ടുണ്ടായിരുന്നു. അവൾ കുഞ്ഞു കുട്ടിയായിരുന്നു കേട്ടോ, അവളെ കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ കൊല്ലം. ഇക്കൊല്ലം ഞങ്ങൾ ആക്കിയിട്ടില്ല, ഇനി അടുത്ത കൊല്ലം ആക്കാമെന്ന് വിചാരിച്ചേ. രാമനാട്ടിൽ നല്ല തിരക്കുണ്ടായിരുന്നേ, റോഡിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആൾക്കാർ തിങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളും വേഗം പോയി ഞങ്ങൾക്കുള്ള സ്ഥലമൊക്കെ പിടിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പം തന്നെ ഘോഷയാത്ര വന്നു തുടങ്ങി കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, നല്ല ഭംഗിയിൽ മേക്കപ്പൊക്കെ ചെയ്ത് നല്ല കണ്ണന്മാരും രാധമാരൊക്കെ ഉണ്ടായിരുന്നേ. ഓരോ ടീമിലും പല പല വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. റിത്തൂസിന് ഭയങ്കര സംശയമായിരുന്നു കേട്ടോ, ഇതെന്താണമ്മേ അതെന്താണമ്മേ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല. വീട്ടിൽ ചെന്നിട്ട് ബാക്കി കഥ പറഞ്ഞു തരാമെന്നാട്ടോ പറഞ്ഞത്. അങ്ങനെ എന്തായാലും കുഞ്ഞു മക്കളൊക്കെ നല്ല കുട്ടികളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കാവടിയാട്ടമൊക്കെ ഉണ്ടായിരുന്നേ. എന്തായാലും നല്ല രസമായിട്ടുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോരും കേട്ടോ. ഏട്ടനൊരു സാധനം വാങ്ങിക്കാണ്ടായിരുന്നു, ഏട്ടൻ ഞങ്ങൾ ആ വണ്ടീൻ്റെ അവിടെ നിർത്തി പോയി വാങ്ങിച്ചുകൊണ്ട് വന്നേ. അപ്പോഴും ഞങ്ങൾ ഇങ്ങോട്ട് തിരിയുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഘോഷയാത്ര. അപ്പോൾ ആ ഡാൻസ് ഞങ്ങൾ അപ്പുറത്തുനിന്ന് നല്ലപോലെ കണ്ടില്ലേ, അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കണ്ട് പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോരുകയാണ്. വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് ബ്ലോക്കായിരുന്നു കേട്ടോ, എവിടെ നിന്നാലും ഘോഷയാത്ര. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ചായക്കടയിലേക്ക് വന്ന് അവിടുന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചേ. വീട്ടിൽ അമ്മ ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കഴിച്ചില്ല കേട്ടോ. വീട്ടിലെത്തിയിട്ട് അമ്മേനെയും കൂട്ടിയിട്ട് കഴിക്കാൻ വിചാരിച്ച്. അങ്ങനെ അവിടുന്ന് റിത്തൂസിന് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ കടയിലൊക്കെ കയറി വാങ്ങിക്കുമ്പോൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വരുമ്പോൾ പിന്നെയും വീണ്ടും ഒരു ഘോഷയാത്ര. അപ്പോൾ അവിടുന്ന് പായസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ, അതൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ, ടാറ്റാ.